ശ്രീ JR പത്മകുമാർ. ഇന്ത്യ ഇനിമേലിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോ ഒന്നുമല്ല, ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇന്ത്യ എന്ത് ചെയ്യണം എന്ന കാര്യം പോലും പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് ഇതേപോലെ ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലെ കളിപ്പാവയായോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ സാമ്പത്തിക നയവും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കുന്ന വിധത്തിലേക്കുള്ള കീഴടങ്ങൽ രാജ്യം കാണുകയാണോ? അങ്ങനെ ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളും ചില പത്രമാധ്യമ പ്രവർത്തകരും അതിന് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം പറയുന്നതിനെ മുഖവിലക്കെടുക്കില്ല. ഈ ട്രംപോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ മറ്റേതെങ്കിലും ആളുകൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലുള്ളൊരു ബോധപൂർവമായൊരു പ്രചരണം ആണ്. അത് ഇന്ത്യ വിരുദ്ധമായൊരു പ്രചരണമാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു ശരിവയ്ക്കുകയല്ലോ ചെയ്തത്. വ്യാപാര കരാറുമായി തീരുവയുമായി സംബന്ധിച്ച് ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു ഇന്ത്യയുടെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിനെ നമ്മൾ കീഴടങ്ങാതെ ഒരു ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് നമുക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആ രാജ്യം അവരുടെ നിലപാട് തിരുത്തി മുന്നോട്ട് വരികയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇതുമായി ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഈ കരാറിൻ്റെ പൂർണ്ണമായൊരു രൂപം പുറത്തു വന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്, സംശയമില്ല. ചർച്ചകൾ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടില്ല. അമേരിക്കയുടെ തന്നെ വ്യാപാര സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയോ അതിൻ്റെ വക്താവോ പറഞ്ഞിട്ടുള്ളത് സെക്ടർ വൈസ് ചർച്ചകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ചർച്ചകൾ നടന്നൊരു ഫൈനലായൊരു തീരുമാനം എത്തി ഈ രാജ്യങ്ങളും ഒപ്പിട്ട് പുറത്തു വരുമ്പോഴാണ് ഒരു കരാർ എന്നുള്ള നിലയിൽ. അതല്ലാതെ അത് ട്രംപ് പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാനും അഭിലാഷ് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ചർച്ച നടത്തുകയാണ്. ഒരവസരത്തിൽ നിങ്ങൾ പുറത്തു വന്ന് പറയുകയാണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ബൈൻഡിങ് ആണോ? ഞാനും നിങ്ങളും കൂടി ഒരുമിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ ഞാൻ എൻഡോസ് ചെയ്യുമ്പോഴാണ് അത് ശരിയായി വരുന്നത്. അതങ്ങനെയല്ല. അദ്ദേഹം അത് പറഞ്ഞു. ട്രംപിന്റെ സ്വഭാവം അറിയാമല്ല, ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ എന്നുള്ളതല്ല. നോക്കൂ, കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം എന്താ? വ്യക്തിപരമായി എനിക്ക് ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ കർഷകരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുടെ അവരുടെയൊക്കെ ജീവിതമാണ് എന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊത്തുതീർപ്പോ കീഴടങ്ങലോ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നോക്കൂ, അമേരിക്കൻ കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് എന്താ പറയുന്നത്? ഇന്ത്യയിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യാൻ, നികുതി ഇല്ലാതെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നതോടുകൂടി അമേരിക്കയിലെ റൂറൽ എക്കോണമിയിലേക്ക് പണം ഒഴുകുമെന്നാണ്. അത് അവരുടെ സങ്കല്പം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇന്ത്യയുടെ നമ്മുടെ ഇന്നലെ പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പറഞ്ഞത് എന്താ? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും അവർ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ബലി കഴിക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ ബലി കഴിക്കുന്ന പ്രശ്നമില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് പറയുമ്പോൾ അത് നിങ്ങൾ എന്താ മുഖവിലേക്ക് എടുക്കാത്തത്? ഇന്ത്യ ഗവൺമെന്റ് ഒരു നിലപാട് ശക്തമായി ഇന്ത്യയുടെ കർഷകരെ ബലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ, ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാതെ ഒരു നിലപാട് ഇന്ത്യ എടുക്കില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ നമ്മുടെ പീയൂഷ് ഗോയൽ മന്ത്രി, ഈ കൊമേഴ്ഷ്യൽ മന്ത്രി പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇപ്പോഴും ട്രംപ് പറയുന്നതാണ് ശരി, അതാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രചരണം നടത്തുന്ന ആർക്ക് വേണ്ടി? അതാണ് നമ്മുടെ പ്രശ്നം.